നമസ്കാരം. സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ സെക്രട്ടറിക്ക് താഴെയായി എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയ റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്ത് സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു. സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് വിജ്ഞാപനമിറക്കിയത്. സർക്കാരിന്റെ എല്ലാ ഉത്തരവുകളിലും ഒപ്പിടാൻ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അതോടുകൂടി ശാസ്ത്ര സാങ്കേതിക വകുപ്പിലും കിഫ്ബിയിലും ഇന്നവേഷൻ കൗൺസിലിലും ആസൂത്രണ വകുപ്പിലും എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാരുണ്ട്. ഈ ഭേദഗതിയിലൂടെ ഈ തസ്തികകൾക്കെല്ലാം നിയമപ്രാബല്യവുമായി. എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയുടേത് പുതിയ കാറ്റഗറി അല്ലെന്ന് വിജ്ഞാപനത്തോടൊപ്പമുള്ള വിശദീകരണത്തിൽ പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ സർക്കാർ ഉത്തരവുകൾ ഇറക്കാൻ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാരെ അധികാരപ്പെടുത്താമെന്നുണ്ട്. ഇത് പ്രകാരമാണ് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തത്. വിരമിച്ച ഉദ്യോഗസ്ഥനായ KM എബ്രഹാമിനെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയാക്കിയത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് സർക്കാർ ഈ വിജ്ഞാപനം ഇറക്കിയത്. KM എബ്രഹാം എക്സ് ഒഫീഷ്യോ പദവിയിലിരുന്ന് നടത്തിയ നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി KM എബ്രഹാം നിയമിച്ചത് എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന പേരിൽ നിയമപരമായി നിലവിലില്ലാത്ത പദവിയിൽ ഇരുന്നാണെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലുള്ള IAS-കാരനായ പ്രശാന്ത് എഴുതിയ കുറിപ്പും ചർച്ചയായിരുന്നു. 17 വർഷമെങ്കിലും IAS-ൽ കുറ്റമറ്റ രീതിയിൽ ജോലി ചെയ്തവർ എത്തുന്ന പദവിയാണ് ഗവൺമെന്റ് സെക്രട്ടറി. ചട്ടങ്ങൾ നോക്കി മാത്രമേ ഇവർ ഫയൽ എഴുതുകയുള്ളൂ, ഉത്തരവ് ഇറക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെൻഷൻ കിട്ടില്ലെന്ന് ഇവർക്കറിയാം. പെൻഷൻ വാങ്ങിക്കുന്ന വിരമിച്ച IAS-കാരന് ചട്ടം നോക്കേണ്ട കാര്യമില്ല. സർക്കാർ പറയും, അയാൾ ഉത്തരവിറക്കും. ശമ്പളം ലക്ഷങ്ങൾ പോക്കറ്റിലാകും, അത്രമാത്രം. ഈ ഭേദഗതിയിലൂടെ സർക്കാരിന് താല്പര്യമുള്ള ആരെയും എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആക്കാം. സർക്കാരിന് താല്പര്യമുള്ള ഉത്തരവിറക്കാം. ചിന്ത ജെറോമിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും വരെ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആകാം. ഉറക്കമൊഴിച്ച് IAS-ന് പഠിക്കാതെ സെക്രട്ടറി ആകാം. ഈ വിഷയത്തിൽ IAS ഉദ്യോഗസ്ഥർ പ്രശാന്ത് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാണ്. പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: UPSC പരീക്ഷ പാസ്സായി 16 വർഷമെങ്കിലും സർക്കാർ സർവീസുള്ള കുറ്റമറ്റ കരിയറുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ മാത്രമേ സെക്രട്ടറി തലത്തിലേക്ക് പരിഗണിക്കാൻ പറ്റൂ എന്ന പിന്തിരിപ്പൻ രീതിയിലായിരുന്നു കേരളം രൂപീകരിച്ച കാലം മുതൽക്കേ ഉള്ള നിയമം. കേരളത്തിൽ IAS-കാരുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ളവർ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനും വിദേശ പഠനവുമായി നാടുവിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ ഫേസ്ബുക്കിൽ അഭിപ്രായം പറഞ്ഞതിന് സസ്പെൻഷനിലും. അതുകൊണ്ട് തന്നെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെയും നമുക്ക് വിരമിക്കാൻ അനുവദിക്കാനാവില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ. മാത്രമല്ല, വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ മാത്രം സെക്രട്ടറി ആക്കുന്നതിലെ പോരായ്മ പല ബുദ്ധിജീവികളും പരാമർശിച്ചിട്ടുള്ളതാണ്. അനുഭവ സമ്പത്ത് തുറന്ന ചിന്തയ്ക്ക് പലപ്പോഴും ഒരു വിഘാതമാണ്. വിരമിച്ചവരെയും അതിവിദഗ്ധരെയും മലയാള ഭാഷാ പണ്ഡിതരെയും വഴിപോക്കരെയും ഒരുപോലെ പരിഗണിച്ച് സെക്രട്ടറികളായി നിയമിച്ച് സെക്രട്ടേറിയറ്റ് ജനകീയമാക്കാൻ നമുക്ക് സാധിക്കും. ഏറെക്കുറെ PSC ജനകീയമാക്കിയ പോലെ. കഴിവിൻ്റെ അങ്ങേയറ്റം പുറത്തെടുക്കുന്ന വേളയിലാണല്ലോ കേരളത്തിൽ റിട്ടയർമെന്റ് സംഭവിക്കാറ്. ജോലിയോടൊപ്പം പൊതുജന സേവനവും സർവീസ് സംഘടനാ പ്രവർത്തനവും ഒക്കെയായി ജീവിക്കുന്നവർ വളരെ നേരത്തെ പിരിഞ്ഞല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അവരെ സെക്രട്ടറി തലത്തിൽ നേരിട്ട് നിയമിക്കാനും അവരുടെ സേവനങ്ങൾ നാടിനും നാട്ടുകാർക്കും തുടർന്നും ലഭ്യമാക്കാനും ഈ പരിഷ്കാരം സഹായിക്കും. സെക്രട്ടേറിയറ്റിൽ സെക്ഷൻ ഓഫീസറായി തുടങ്ങി സ്പെഷ്യൽ സെക്രട്ടറി വരെ ആകുന്നവരും IAS-കാരെ പോലെ പഴയ കാലത്തിൻ്റെ അവശേഷിപ്പാണല്ലോ. ഇവരുടെ മുകളിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറികൾ വരുന്നതോടെ ഭരണം ദ്രുതഗതിയിലാവും. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്യുന്നതോടെ ഇവർക്ക് നേരിട്ട് സർക്കാർ ഉത്തരവുകൾ ഇറക്കാനാകും. എന്തൊരു മാറ്റമായിരിക്കും ഇത് ഉണ്ടാക്കുക! റിട്ടയർ ചെയ്യുമ്പോൾ പെൻഷൻ വാങ്ങണമെന്നും ക്രിമിനൽ കേസുകളിൽ പെടരുതെന്നും മറ്റും ഭയന്ന് തീരുമാനങ്ങൾ എടുക്കാത്ത, നിലവിലെ ചട്ടം നോക്കി ഉദ്യോഗസ്ഥർക്ക് പകരം വരുന്ന താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന ഈ എക്സ് ഒഫീഷ്യോ സെക്രട്ടറികൾ തീർച്ചയായും ഒരു മുതൽക്കൂട്ടായിരിക്കും. എന്ത് റിസ്ക് എടുത്തും നാടിന് നന്മ ചെയ്യാൻ ഇവർക്കാകും. കാരണം ഇവർ അനാവശ്യമായി നിയമവും ചട്ടവും പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ലല്ലോ. ഈ മോഡൽ പ്രാവർത്തികമായാൽ ദിവസക്കൂലിയായും സർക്കാർ സെക്രട്ടറികളെ നിയമിക്കാവുന്നതാണ്. ഈ ഭരണ നവോത്ഥാനത്തിലൂടെ റിട്ടയർ ചെയ്ത കഴിവുറ്റ സംഘടനാ പ്രവർത്തനവും ജനസേവനവും ഉന്നതമായ രാഷ്ട്രീയ ചിന്തകളുമുള്ള വകുപ്പ് സെക്രട്ടറിമാരെ ഇനി മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങും എന്ന് പ്രത്യാശിക്കാം. നാം ശ്രദ്ധിക്കാതെ പോയേക്കാവുന്ന പ്രധാനപ്പെട്ട ഈ ഭരണപരിഷ്കാരം ശരിക്കും മനസ്സിലാക്കിയാൽ കേരള ജനത നെഞ്ചിലേറ്റും എന്നതിൽ സംശയമില്ല. ലാറ്ററൽ എൻട്രിയേക്കാൾ വിപ്ലവകരമായ മാറ്റമാണ് നാം ഇന്ന് ഈ പരിഷ്കാരത്തിലൂടെ കാണുന്നത്. നമ്മുടെ നാടും മാറി തുടങ്ങി. ഈ വാദങ്ങൾ IAS അസോസിയേഷനും ഗൗരവത്തിൽ എടുക്കുന്നുവെന്നതാണ് വസ്തുത.